അച്ഛനെന്താ നോക്കിക്കണേ? ഇത് ശരിയല്ല അച്ഛോ. ഏത്? ഇത്രയും നല്ലവരായ കർത്താവിന്റെ ശിഷ്യന്മാരുടെ ഫോട്ടോയുടെ അടിയിൽ ബാഡ് ബോയ്സ് എഴുതി വെച്ചിരിക്കുന്നത് ഭയങ്കര മോശമായി. യൂദാസിന്റെ ഫോട്ടോയുടെ അടിയിലാണ് ഇത് എഴുതി വെച്ചിരിക്കുന്നത്, കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ അതിനുള്ള ആളുണ്ട്. കൊച്ചത്തിന് അതിന്റെ അടിയിൽ എഴുതിയേക്കണ മുഴുവനായിട്ടൊന്ന് വായിച്ചേ. ഓ, സ്പോൺസേർഡ് ബൈ എന്നുള്ളത് ഞാൻ വായിച്ചില്ല. സോറി. ഇവരിവിടുത്തെ ബെഡ പാർട്ടീസ് ആണോ? ബാഡ് ബോയ്സ് ഇവിടുത്തെ ഒരു പഴയ ക്ലബ്ബാണ്. ഇവന്മാരെ കുറിച്ച് പറയാനാണെങ്കിൽ കുറച്ചധികമുണ്ട്. ആൻഡപ്പൻ, സിൻഡപ്പൻ, ചക്കര, അലോഷ് ഇവരൊക്കെയാണ് ഇതിന്റെ മെയിൻ ആൾക്കാർ. പിന്നെ ഇവന്മാർ ബാഡ് ആണെന്ന് വെച്ചാൽ ഗുഡാണ്, എന്നാൽ ഗുഡാണോ എന്ന് ചോദിച്ചാൽ ബാഡും ആണ്. പ്രത്യേകിച്ച് ഒരു കഥയില്ലാത്തവന്മാരാ. അയ്യോ, കഥയില്ലെന്ന് മാത്രം അച്ഛൻ പറയരുത്. എത്ര കേട്ടാലും തീരാത്ത കഥകൾ ഈ ആൻഡപ്പനും ടീം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വരുന്ന വഴി റോക്കി ഒരു ആൻഡപ്പനെ പറ്റി പറഞ്ഞു. ആൻഡപ്പനാണോ ഈ ആൻഡപ്പൻ? റോക്കി പറഞ്ഞത് നമ്മുടെ ആൻഡപ്പനെ തന്നെ. ആൻഡപ്പനാണ് ഈ ബാഡ് ബോയ്സ് ടീമിന്റെ കൂട്ടയോൺ. ഓ, സംഭവം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വരുന്നുണ്ട്. എന്താ ഈ ആൻഡപ്പന്റെ കഥ? ആൻഡപ്പന്റെ കഥ പറഞ്ഞു തുടങ്ങിയ ഈ ഇടവകയുടെ മൊത്തത്തിലൊരു ചിത്രം കൊച്ചച്ഛന് കിട്ടും. കഥ പറഞ്ഞു. എനിക്ക് സിനിമയും കഥയെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടം. എന്നാ പിന്നെ സിനിമ സ്റ്റൈലിലെ ചൈൽഡ്ഹുഡ് ഫ്ലാഷ് ബാക്കിൽ നിന്ന് തുടങ്ങാം. ഡാലോഷേ, ആൻഡപ്പൻ തിണ്ടി എവറാ? ആൻഡപ്പേട്ടൻ പരീക്ഷയൊക്കെ പൊട്ടി വിഷമത്തിലാന്ന് തോന്നുന്നു. ഇപ്പൊ ക്ലബിലേക്കൊന്നും വരാറില്ല. ഡാൻഡപ്പാ, ഈ കുത്തിയിരുന്ന് പഠിച്ചിട്ടും 8 പൊട്ടിയപ്പോ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. നീ ഒരു ഇന്റർനാഷണൽ മണ്ടനാണെന്ന്. ഈ റോക്കി ഡിഗ്രി ചെയ്യാൻ പോകുന്ന എവിടെയാണെന്നറിയോ? അങ്ങ് ആംസ്റ്റർഡാമില്. ഈ ആംസ്റ്റർഡാം എന്ന് പറഞ്ഞ പീച്ചി ഡാം പോലത്തെ ഡാം അല്ലടാ, അതങ്ങ് UK-ലാ. നീ ഒന്ന് വെറുപ്പിക്കാണെന്ന് പോയ റോക്കി. പോവാണ്. ഞാൻ പോണ ഗ്യാപ്പിൽ നീ അൽത്താര സംഘത്തിൽ എങ്ങാനും കയറി വിലസാന്ന് ഓർക്കണ്ട. അവിടെ നിനക്കുള്ള ലോക്കറ്റ് ഞാൻ പോകുന്നു കേട്ടാ. എന്റെ ആൻഡപ്പേട്ട, ആ വന്ന് ഇത്രയും ഷോർ കിട്ടും. നിങ്ങൾ എന്തൊരു പോങ്ങനെ പോലെ ഒന്നും മിണ്ടാതിരുന്നേ. എടാ, നാളെ മേരി എങ്ങനെ ഫേസ് ചെയ്യുന്ന ആലോചിച്ചിട്ട് മൈൻഡ് മൊത്തം കട്ടാടാ. ആൻഡപ്പേട്ട, അവക്ക് ചേട്ടനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ കൊണ്ട് ഒരിക്കലും നടക്കാത്ത കാര്യം പറഞ്ഞത്, പഠിച്ച് പരീക്ഷ പാസ്സാവാൻ. ആൻഡപ്പേട്ട അവിടെ വിട്ടേക്ക്, വെറുതെ പുറകെ നടന്ന സമയം കളയണ്ട. ആൻഡപ്പന്റെ കഥ ശരിക്കും തുടങ്ങുന്നത് ഇവിളിന്ന ഇച്ചിരി കുശുമ്പും അസൂയയും അതിൽ കൂടുതൽ അത്യാഗ്രഹവുമുള്ള ഈ മേരിയിൽ നിന്ന്. പാവ ആൻഡപ്പൻ. ഹലോ, എന്താ? പരീക്ഷയിൽ എല്ലാത്തിനും പൊട്ടിപ്പൊളിഞ്ഞ സ്ഥിതിക്ക് ഇനി എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യില്ലല്ലോ? ഇല്ല. താങ്ക് യു. ഇതാ പറഞ്ഞേ, ഇനിയും അവളുടെ പുറകെ നടക്കണോ? വിട്ടടാ, വിട്ടു, എല്ലാം വിട്ടു. ഇനി സ്കൂളിലേക്കും ഇല്ല, എങ്ങോട്ടും ഇല്ല. പഠിപ്പേ നിർത്താൻ പോവാ. അതാ നല്ലത്. വളരെ നല്ല തീരുമാനം. ആൻഡപ്പേട്ടൻ ഒപ്പം പഠിച്ചവരൊക്കെ ഇപ്പൊ കോളേജിലെത്തിയില്ലേ. ആൻഡപ്പേട്ടൻ മാത്രം എപ്പോഴും സ്കൂളില്. നിർത്തുന്ന തന്നെയാ നല്ലത്. ആലോഷേ, നീയും മാറിക്കടാ. ഞാനിതിപ്പോ ഇവിടെ പറയരുതായിരുന്നു. പുള്ളിക്ക് ഫീൽ ആയെന്നാ തോന്നണേ. നീ നമ്മുടെ അന്നദാതാവിനെ ഇല്ലാതാക്കിയത് തെണ്ടി. അതന്നെ. എടാ, ഞാൻ ഇനി കൂടുതൽ ഡീറ്റെയിലിംഗ് ഒന്നും വേണ്ട, എനിക്കെല്ലാം മനസ്സിലായി. അതായത് പ്രേമം പൊളിഞ്ഞ ആൻഡപ്പൻ കുരിശിന്റെ വഴിയിലോട്ട് തിരിഞ്ഞു. അതുകൊണ്ടാണല്ലോ നമുക്ക് ഈ ലാസപ്പന്റെ ഫോട്ടോയൊക്കെ തന്നത്, അല്ലേ? അല്ല, എല്ലാം അവസാനിച്ചെന്ന് തോന്നുന്നിടത്ത് രക്ഷപ്പെടാൻ കർത്താവ് പുതിയൊരു വഴി കാണിച്ചു തരും. അങ്ങനൊരു വഴി കർത്താവ് ആൻഡപ്പനും കാണിച്ചു.